ഈ കൾമിനേഷൻ്റെ പ്രശ്നം, ആ പ്രശ്നം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് വേറൊരു വിഭാഗമുണ്ട്. അത് ഇനിയും കുറച്ചുകൂടെയൊക്കെ ഒരു മാറണ്ടേ. ഇതിലും വലുത് നമ്മൾ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. പിന്നെ പിള്ളേർ ആൾക്കാർ ഒരുപാട് പേരെന്നോട് പറയുന്നത്, ഇത് കണ്ട് തീരുമ്പം നമുക്ക് മനസ്സിലാവുന്നു ഇത് കൃത്യമായിട്ട് കഥയ്ക്കൊപ്പം എല്ലാവരും ട്രാവൽ ചെയ്തിരിക്കും, അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഈ കൾമിനേഷൻ്റെ പ്രശ്നം, ആ പ്രശ്നം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് വേറൊരു വിഭാഗമുണ്ട്. ആ വിഭാഗം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് അത് ഇനിയും കുറച്ചുകൂടെയൊക്കെ ഒരു മാറണ്ടേ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ഞാൻ ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് ഇതുവരെ ഞാൻ പോയിട്ടില്ല, ഇനി പോകത്തില്ല. കഥ ഉണ്ടാക്കാനുള്ള കഴിവുള്ളിടത്തോളം കാലം നമ്മൾ കഥ ഉണ്ടാക്കുന്നു. അത് ചിലപ്പോൾ കൊളാബറേറ്റീവായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ മറ്റുള്ളവരുടെ ഐഡിയാസ് ആയിരിക്കും. അതിനുശേഷമാണല്ലോ ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ അടുത്ത് ഇതുവരെ ആരും ഒരു നിർമ്മാതാവും ഇന്ന ആൾക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കാമെന്ന് ചോദിച്ച് വന്നിട്ടില്ല. ഒരു താരവും വന്നിട്ട് എന്നോട് ഞങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുമില്ല. ഞാൻ തന്നെയാണ് എല്ലാ കാലത്തും അപ്രോച്ച് ചെയ്തിട്ടുള്ളത്.